പ്രിയമുള്ളവരെ നമസ്കാരം. ഏവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാത ചിന്തയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട എഴുത്തുകാരൻ കാഞ്ചിയാർ മോഹനന്റെ ചിന്താസരണികളിലെ ഒരു ഏടുമായി വായനാ വഴിയിൽ കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഗീതപ്രഭയാണ്. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക, നീ എന്നെ അനുഗമിക്കുക. ഈ രണ്ട് വാക്യങ്ങൾ കേവലം അക്ഷരങ്ങളല്ല, മറിച്ച് മനുഷ്യ ജീവിതത്തിന്റെ വഴികാട്ടികളായ വെളിച്ചങ്ങളാണ്. നമ്മൾ ഓരോരുത്തരും ഈ ലോകത്ത് ഒരു യാത്രയിലാണ്. ആ യാത്രയിൽ നമ്മുടെ കൈപിടിക്കാനും വഴിതെറ്റുമ്പോൾ ദിശ കാണിക്കാനും ഈ രണ്ട് വചനങ്ങൾ മാത്രം മതിയാകും. നമ്മളെ സ്നേഹിക്കാൻ നമുക്ക് ആരുടെയും ഉപദേശം വേണ്ട എന്നതുപോലെ നമുക്കൊക്കെയും നമ്മുടെ വേദനകളോടും ആവശ്യങ്ങളോടും വലിയ കരുതലുണ്ട്. ആ കരുതലാണ് നമ്മുടെ അയൽക്കാരനോടും നമുക്ക് വേണ്ടത്. എന്ന് പറയുമ്പോൾ സ്നേഹത്തിന്റെ വൃത്തം നമ്മളിൽ നിന്നും പുറത്തേക്ക് വികസിക്കുകയാണ്. അയൽക്കാരൻ എന്നത് നമുക്ക് തൊട്ടടുത്ത് താമസിക്കുന്നവർ മാത്രമല്ല, നമുക്ക് മുന്നിൽ വന്നുവിടുന്ന ഓരോ മനുഷ്യനുമാണ്. വിശക്കുന്നവനും തളർന്നവനും ഒറ്റപ്പെട്ടവനും എല്ലാം ആ സ്നേഹത്തിന്റെ പരിധിയിൽ വരുന്നു. നമ്മുടെ സ്വാർത്ഥതയുടെ ചുവരുകൾ പൊളിച്ച് മറ്റുള്ളവർക്ക് കൂടി ഇടം നൽകുന്നതാണ് ഈ സ്നേഹം. യേശു ക്രിസ്തുവിനെ അനുഗമിക്കുക എന്നത് ഒരു യാത്രയാണ്. അത് വെറും വിശ്വാസം കൊണ്ടുള്ള യാത്രയല്ല, ജീവിതം കൊണ്ടുള്ള യാത്രയാണ്. ആ വഴികളിൽ സ്നേഹമുണ്ടായിരുന്നു. അധികാരികൾക്ക് മുന്നിൽ തലകുനിക്കാത്ത സത്യമുണ്ടായിരുന്നു. ദരിദ്രരോട് ചേർന്ന് നിൽക്കുന്ന കരുണയുണ്ടായിരുന്നു. ആ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ വന്നേക്കാം, ഒറ്റപ്പെടലുകൾ ഉണ്ടായേക്കാം. എന്നാൽ ആ പാതയിൽ ലഭിക്കുന്ന ആന്തരിക സമാധാനം മറ്റെവിടെയും ലഭിക്കില്ല. സ്നേഹമെന്ന തീനാളം മറ്റുള്ളവരിലേക്ക് പകരുമ്പോൾ ആ സ്നേഹം കുറയുകയല്ല, മറിച്ച് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. നാം ഒരാളെ സ്നേഹിക്കുമ്പോൾ നാം അറിയാതെ തന്നെ ആ സ്നേഹത്തിന്റെ ഉറവിടമായ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു. ഈ സ്നേഹത്തിലൂടെയാണ് യേശുവിനെ അനുഗമിക്കൽ പൂർണ്ണമാകുന്നത്. സ്നേഹം എന്നത് പ്രവർത്തിക്കുന്ന ഒരു ചലനമാണ്. അത് കണ്ണീരൊപ്പുന്ന കൈകളിലും അശരണർക്ക് നൽകുന്ന ഭക്ഷണത്തിലും ആശ്വസിപ്പിക്കുന്ന വാക്കുകളിലും തെളിയണം. അനുഗമിക്കുക എന്നത് വിനയത്തിന്റെ പാതയാണ്. സ്വന്തം അഹങ്കാരത്തെ ഉപേക്ഷിച്ച് മറ്റുള്ളവരെ തന്നേക്കാൾ വലിയവരായി കാണാൻ കഴിയുക എന്നതാണ് യഥാർത്ഥ ശിഷ്യത്വം. അവിടുത്തെ സ്നേഹം ഒരു അളവുകോലില്ലാത്ത സ്നേഹമാണ്. അത് തന്നെയാണ് നമ്മളിൽ നിന്നും അവിടുന്ന് പ്രതീക്ഷിക്കുന്നതും. ശത്രുക്കളെ സ്നേഹിക്കുക എന്ന അവിടുത്തെ വചനം എത്ര പ്രയാസകരമാണ്. ഈ രണ്ട് ആഹ്വാനങ്ങളും നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു മാറ്റം സംഭവിക്കും. മറ്റുള്ളവരുടെ നേട്ടങ്ങളിൽ അസൂയപ്പെടാതിരിക്കാനും അവരുടെ പരാജയങ്ങളിൽ കളിയാക്കാതിരിക്കാനും നമുക്ക് സാധിക്കും. എല്ലാവരെയും സഹോദരങ്ങളായി കാണുന്ന ഒരു വലിയ മനസ്സ് നമ്മളിൽ രൂപപ്പെടും. യേശുക്രിസ്തുവിന്റെ ജീവിതം ഒരു കണ്ണാടിയാണ്. അതിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ പിശകുകൾ കാണാനും അത് തിരുത്തി മുന്നേറാനും നമുക്ക് കഴിയും. ഈ സ്നേഹം പകരാൻ പ്രത്യേക സാഹചര്യങ്ങളൊന്നും കാത്തിരിക്കേണ്ടതില്ല. നമ്മുടെ ചിന്തകളിലും വാക്കുകളിലും പ്രവർത്തികളിലും ആ സ്നേഹം നിറഞ്ഞു നിൽക്കണം. ഇതൊരു വലിയ നിയോഗമാണ്. സ്നേഹിക്കുക, അനുഗമിക്കുക എന്നത് കേവലം വാക്കുകളല്ല, അതൊരു ജീവിതചര്യയാണ്. ഈ വഴിയിൽ നാം തുടരുമ്പോൾ എത്ര കഠിനമായ വഴിയിലും ഒരു വെളിച്ചം നമ്മെ നയിക്കും. അത് ദൈവത്തിന്റെ സ്വന്തം സ്നേഹമാണ്. ആ സ്നേഹത്തിൽ അടിയുറച്ച് അവിടുത്തെ പാതയിലൂടെ മുന്നോട്ട് പോകാം. സ്നേഹം കൊണ്ട് ലോകത്തെ കീഴടക്കി സ്വർഗം ഭൂമിയിൽ തന്നെ കണ്ടെത്താൻ നമുക്ക് ശ്രമിക്കാം. അതെ, സ്നേഹം ഒരു തീനാളമാണ്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരുമ്പോൾ കൂടുതൽ കൂടുതൽ ശക്തിയോടെ ആളിക്കത്തുന്നു. ഓർമ്മകളും ചിന്തകളും പ്രവർത്തികളും സ്നേഹം നിറഞ്ഞതാകട്ടെ. സ്നേഹം കൊണ്ട് ലോകത്തെ കീഴടക്കിയാൽ സ്വർഗം ഭൂമിയിൽ തന്നെ കണ്ടെത്താനാവും എന്ന സന്ദേശമാണ് പ്രിയപ്പെട്ട എഴുത്തുകാരൻ കാഞ്ചിയാർ മോഹനൻ നമുക്ക് നൽകുന്നത്. പ്രിയ സൗഹൃദങ്ങളെ, ഒരിക്കൽ കൂടി നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. മറ്റൊരു പ്രഭാത ചിന്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.